ഹലോ ഗൈസ്. നാളത്തേക്കുള്ള നിഫ്റ്റിയുടെ അനാലിസിസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ലെവൽസ് ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ഇന്ന് മാർക്കറ്റിൽ ആക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഈ ഒരു ഏരിയ എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് സോൺ ആണ്. അതായത് 23,440 മുതൽ 470 ഒരു ഏരിയ ഒരു റെസിസ്റ്റൻസ് സോൺ ആണ്. അപ്പം ആ ലെവലിൽ നിന്ന് കറക്റ്റ് ആയിട്ട് തന്നെ മാർക്ക് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ രാവിലെ തന്നെ ഫസ്റ്റ് 5 മിനിറ്റിന്റെ ക്യാൻഡിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 23,300 ഏരിയയിൽ ഒരു ബയേഴ്സ് വളരെ ആക്റ്റീവ് ആണ് എന്നുള്ള കാര്യം. അപ്പം ആ ഒരു ഏരിയയിൽ നിന്നാണ് പ്രൈസ് നല്ല രീതിയിൽ മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ പറയാനുള്ള കാരണം നമ്മുടെ ഓർഡർ ഫ്ലോ ചാർട്ട്സ് നോക്കിയിട്ടാണ്. നമ്മൾ മാർക്കറ്റ് ഇപ്പൊ ഞാൻ പേഴ്സണലി ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോ ഉപയോഗിച്ചാണ്. അപ്പൊ നമുക്ക് ഈ മാർക്കറ്റ് പ്രൊഫൈലും അതുപോലെ തന്നെ ഓർഡർ ഫ്ലോ വെച്ച് ഒരുപാട് ഡേറ്റാസ് നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇന്നത്തെ ഓർഡർ ഫ്ലോയുടെ ഫസ്റ്റ് 5 മിനിറ്റിന്റെ ക്യാനിൽ നമ്മൾ നോക്കിയാൽ കാണാൻ സാധിക്കും. ഇവിടെ എന്താണ് ബയേഴ്സ് അവിടെ ആക്റ്റീവ് ആണെന്നുള്ള കാര്യം കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ മാർക്കറ്റ് നന്നായിട്ട് മുകളിലോട്ട് പെർഫോം ചെയ്യുന്നുള്ള കാര്യം നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിനെ ബേസ് ചെയ്താണ് നമ്മൾ രാവിലെ നമ്മുടെ കമ്മ്യൂണിറ്റി വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോ പഠിക്കാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം നാളത്തേക്കുള്ള അനാലിസിലേക്ക് ഞാൻ ഡയറക്റ്റ് പോവാണ്. ഓക്കെ, അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ 5 മിനിറ്റിന്റെ സ്പോട്ട് പ്രൈസിന്റെ ചാർട്ടിലാണ്. അപ്പൊ നാളെ അഗെയിൻ നിങ്ങൾ ഈ ഒരു ലെവൽ നിങ്ങൾ കൺസിഡർ ചെയ്യുക, റെസിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അതായത് 440 മുതൽ 470 വരെയുള്ള ആ ഒരു ഏരിയ റെസിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പൊ നാളെ ഒരുപക്ഷെ മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്ന മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി കൺസിഡർ ചെയ്യാം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഒരു 23,560 ലെവലിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാനുള്ള ചാൻസ് ആണ്. ഏകദേശം ഒരു 100 പോയിന്റ് മൂവ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ അതിനുശേഷം അഗൈൻ നമുക്ക് ഈ ഒരു ഏരിയ അഗൈൻ റെസിസ്റ്റൻസ് ആണ്. അതായത് 23,560 മുതൽ 23,600 ലെവൽ ഒരു റെസിസ്റ്റൻസ് ആണ്. അപ്പം ആ ഒരു ഏരിയ ഒരു റെസിസ്റ്റൻസ് സോണാണ്. അപ്പൊ അവിടെ നിന്നൊക്കെ പ്രൈസ് റിജക്ട് ചെയ്ത് കാണുവാണെങ്കിൽ നമുക്കൊരു സെൽ സൈഡ് പ്ലാൻ ചെയ്യാം. പക്ഷെ അത് നമ്മുടെ പ്രൈസ് ആക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രമേ കൺസിഡർ ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ അഗെയിൻ മാർക്കറ്റ് 23,600 ലെവലിൽ മുകളിലോട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 700 ഫസ്റ്റ് ടാർഗറ്റ്, അതുപോലെ തന്നെ ഈ ഒരു ഏരിയ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യാം. അഗെയിൻ വരും ദിവസങ്ങളിൽ മാർക്കറ്റ് ഈ ലെവലിന് മുകളിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റി 23,800 ലെവലിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പൊ ഈ ഒരു ലെവല് കുറച്ച് ഇമ്പോർട്ടന്റ് ലെവലാണ്. 23,800 മുതൽ 23,830 ലെവൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോണാണ് നിഫ്റ്റിയുടെ. അപ്പം ആ ഒരു ഏരിയ നിന്നാണ് നമ്മൾ പ്രീവിയസ്ലി മാർക്കറ്റ് ഫാളായിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോണാണ്. അപ്പൊ അവിടെ നിന്നൊക്കെ ഒരു പ്രൈസ് റിജക്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അഗൈൻ ഡൗൺ സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ മാർക്കറ്റ് ഈ ലെവൽ ക്രോസ് ചെയ്താൽ നമുക്ക് നല്ലൊരു ബുള്ളിഷ് സൈഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നാളത്തേക്ക് അഗൈൻ ഡൗൺ സൈഡിലേക്ക് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഇവിടെ നമുക്ക് നോക്കി ചെറിയൊരു ട്രെൻഡ് ലൈൻ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഈ ഒരു ട്രെൻഡ് ലൈൻ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്ത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഏരിയ ഒന്ന് കൺസിഡർ ചെയ്യണം. അതായത് 23,000 ഈ ഒരു ഏരിയയും കൂടെ ഞാൻ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുകയാണ്. കാരണം ഇതൊരു ബയേഴ്സ് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പം നാളെ മാർക്കറ്റ് ഈ ലെവലിലേക്ക് വന്ന് അഗൈൻ ഇവിടുന്ന് ബൗൺസ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒരുപക്ഷെ മാർക്കറ്റ് താഴേക്ക് വന്നാലും ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് ബൗൺസ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഈ ഒരു ഏരിയയിൽ ബയേഴ്സ് അഗ്രസീവ് ആയിട്ടുണ്ട്. അപ്പം സെൽ സൈഡിലേക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇത് നമുക്ക് ചെറിയൊരു സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റി ഒക്കെ നോക്കാം. ഇതിന് താഴെ ഒരു 300 താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ സ്കാൽപ്പിംഗ് നോക്കാം. ബെസ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഈ ലെവലിന്റെ താഴെയാണ്. കാരണം 23,250 താഴെയാണ് നമുക്കൊരു നല്ലൊരു സെൽ സൈഡ് പ്ലാൻ ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു 23,170 ലെവലിലേക്ക് അപ്രോച്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. എഗെയിൻ ഇതൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ്. ഇതിന് മാർക്കറ്റ് ബൗൺസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇതിന്റെ താഴെ ബ്രേക്ക് ഔട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട് ഒരു 15-20 മിനിറ്റ്സ് പ്രൈസ് താഴെ സസ്റ്റെയിൻ ചെയ്യുന്ന ഉറപ്പുവരുത്തിയിട്ട് മാത്രം ഇതിന്റെ താഴേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യും. അപ്പൊ ഇത്രയും ലെവൽസ് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. വരും ദിവസങ്ങളിൽ ഈ ലെവൽസ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ഞാൻ നേരെ ഇത് സ്പോട്ട് പ്രൈസിന്റെ ലെവൽസ് ആണ്. ഡയറക്റ്റ് ഞാൻ നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട്സിലേക്ക് പോവാണ്. അപ്പം ഫ്യൂച്ചറിന്റെ ചാർട്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫ്യൂച്ചറിന്റെ ചാർട്ടിൽ നമുക്ക് വാല്യൂ ഏരിയ ഹൈയും നാളത്തേക്കുള്ള വാല്യൂ ഏരിയ ഹൈ ഇതാണ് 23,512 ആണ്. അതുപോലെ വാല്യൂ ഏരിയ ലോ എന്ന് പറയുന്നത് 23,428 ആണ്. ഓക്കെ, അപ്പം ഈ ഒരു വാല്യൂ ഏരിയന്റെ ഉള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ രീതിയിലൊരു ട്രെൻഡിങ് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുപോലെ തന്നെ ഫാസ്റ്റ് ബ്രേക്ക് ഔട്ട് ഒക്കെ തരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതൊന്ന് മൈൻഡിൽ വെക്കുക.
അതുപോലെ തന്നെ നിഫ്റ്റിയുടെ POC എന്ന് പറയുന്നതാണ് 23,460 ലെവലാണ്. അപ്പൊ അതൊരു സപ്പോർട്ടായിട്ടും റെസിസ്റ്റൻസ് ആയിട്ടും മാർക്കറ്റിൽ ആക്ട് ചെയ്യും. ഓക്കെ. അപ്പം ഇന്ന് നമ്മൾ നോക്കിയാൽ കാണാം സാർ, കറക്റ്റ് ആയിട്ട് മാർക്കറ്റ് ആ ഒരു POC അടുത്ത് നിന്നാണ് മാർക്കറ്റ് ബൗൺസ് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയിരിക്കണം. അപ്പം ഈ ലെവൽസ് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ എല്ലാ ദിവസവും നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോയിനെ ബേസ് ചെയ്തിട്ടുള്ള നിഫ്റ്റിയുടെ വ്യൂസ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. പലപ്പോഴും കോൾ ഓപ്ഷൻ എവിടെ നിന്ന് എടുക്കണം, എവിടുന്ന് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഓപ്പർച്യൂണിറ്റീസും നല്ല റിവേഴ്സൽ കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ മെൻഷൻ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മുടെ മെന്റർഷിപ്പ് പ്രോഗ്രാമിൽ നമ്മൾ അതിൽ ജോയിൻ ചെയ്യുന്നവർക്ക് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ലൈവ് ട്രേഡിംഗ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളോടൊപ്പം എല്ലാ ദിവസവും നിങ്ങൾക്ക് ലൈവ് ട്രേഡിംഗ് സെഷനിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം താല്പര്യമുള്ളവർക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.